ഈ ബൈബിൾ സ്റ്റഡിയുടെ 4-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ഏലിയാവ് തീയിറക്കി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമത്തിൽ ജീവിക്കുന്നതായ ശബദി മക്കൾക്കോ കർത്താവിനോ തീയിറക്കാൻ പറ്റില്ല. കാരണം ആത്മാവ് വേറെയാണ്. പഴയ നിയമം എന്ന് പറയുന്നത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നതായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിന്റെ പ്രമാണം അതേ അല്ല. അതുകൊണ്ട് നമ്മുടെ ശത്രുക്കളെ വകവരുത്തുവാൻ വേണ്ടി, ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാൻ വേണ്ടി ഉപവസിക്കുന്നതിന് അടിസ്ഥാനമില്ല. കർത്താവായ യേശുക്രിസ്തു ഇവിടെ ഉപവസിക്കുന്നു എന്നത് ദൈവീക പദ്ധതിയായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ ഉപവസിച്ചത്. മത്തായി പറയുന്നു, അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പൊ ഉപവസിച്ചുകൊണ്ടിരുന്നപ്പം വിശന്നില്ലയോ? മനുഷ്യൻ എന്ന നിലയ്ക്ക് ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോഴും വിശന്ന് കാണും. എങ്കിലും ആ ഉപവാസത്തിന് സമയത്തെ ദൈവവുമായി ഒരു പ്രത്യേക ബന്ധത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ആ വിശപ്പ് നമുക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല. ഉപവസിച്ചിട്ടുള്ളവർക്കറിയാം, ഉപവസിക്കുന്ന സമയത്ത് വിശപ്പ് തോന്നുകയില്ല. അഥവാ മാനുഷികമായ നിലയിൽ പറഞ്ഞാൽ അല്പം വിശപ്പൊക്കെ തോന്നിയാൽ പോലും അത് നാം കാര്യമായി ഗണിക്കയില്ല. അത് സഹിക്കുവാനുള്ള കൃപയും അപ്പോഴുണ്ടായിരിക്കും. എന്നാൽ ഉപവാസം കഴിഞ്ഞാൽ നമുക്ക് അതിഭയങ്കരമായ വിശപ്പ് തോന്നും. അപ്പോൾ ഭക്ഷണം കഴിച്ചേ മതിയാകൂ. യേശുവിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. 40 ദിവസം കർത്താവ് ഉപവസിച്ചു, പിതാവിനോടൊപ്പമായിരുന്നു. ആ സമയത്തെ വിശപ്പൊന്നും തോന്നിയില്ല. എന്നാൽ ഉപവാസം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ വല്ലതും ഭക്ഷണം കഴിക്കണമെന്നോട്ട്, പക്ഷേ മരുഭൂമിയിലാണ്. ഉപവാസം അവസാനിച്ചു എങ്കിലും പരീക്ഷ ഇവിടെ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഇതും ഒരു മാർമിക വിഷയമായിട്ട് നാം പരിഗണിക്കേണ്ടതാണ്. നമ്മുടെ സഭകളിൽ എപ്പോഴെങ്കിലും ഉപവാസം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഉപവാസം കഴിഞ്ഞാൽ മിക്കവാറും ഒരു പ്രശ്നമുണ്ടാകുക സ്വാഭാവികമാണ്. ഉപവാസം കഴിഞ്ഞ് നടക്കുന്ന സഭായോഗത്തിന് മിക്കവാറും ഒരു അടിപിടി ഉണ്ടാകാൻ എല്ലാ സാധ്യതയുമുണ്ട്. അന്ന് നടന്നില്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം ഒരു അടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ഉപവാസം കഴിഞ്ഞാൽ സഭയിൽ ഒരു പിളർപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ഉപവാസം കഴിഞ്ഞാൽ ചില ആളുകൾക്ക് വിശ്വാസത്തിൽ വരുമെങ്കിൽ പോലും ഉള്ള ചിലരെ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപവാസം കഴിഞ്ഞാല് ഭൂരിപക്ഷ സമയങ്ങളിലും ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് ചാടുക പതിവാണ്. സാത്താൻ കൊണ്ടുവരുന്നതാണ്. കർത്താവായ യേശുവിന്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. കർത്താവായ യേശു 40 രാവും 40 ദിവസവും ഉപവസിച്ചു. അതിനുശേഷം യേശുവിന് വിശന്നു. വിശക്കുമ്പോൾ നമ്മൾ പൊതുവെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തളരുന്ന സമയമാണ്. പെട്ടെന്ന് അരിശം വരികയും ചെയ്യും. വലിയ ചിന്ത കൂടാതെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാനും സാധ്യതയുണ്ട്. അത്തരമൊരു സമയം നോക്കിയാണ്, ആ തക്ക സമയം നോക്കിയാണ് പിശാച് പരീക്ഷയുമായിട്ട് കടന്നു വരുന്നത്. യേശുവിനെ ഇങ്ങനെ വിശന്ന സമയത്താണ് പരീക്ഷകൻ വരുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പരീക്ഷകൻ വന്നിട്ട് പറയുകയാണ്, നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, വിശപ്പ് മാറ്റാൻ ഇതാ വളരെ എളുപ്പത്തിൽ ഒരു മാർഗം ഞാൻ പറയാം. ഈ കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞാൽ മതി. സാത്താൻ ഇത് പറയുമ്പോൾ ആ കാര്യം വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം കർത്താവായ യേശുക്രിസ്തു ഒന്ന് കൽപ്പിച്ചാൽ മതി, കല്ല് അപ്പമാകും. പക്ഷേ കർത്താവ് അത് ചെയ്യുന്നില്ല. ഇനി കല്ല് അപ്പമാക്കുക എന്ന് പറയുന്നത് വെറും കരിങ്കല്ലാണെങ്കിൽ അപ്പമായി വരുമ്പോൾ അതിന്റെ ഷേപ്പൊക്കെ മാറണം, നിറം മാറണം, ഒത്തിരി മാറണം. എന്നാലേ കർത്താവ് നിൽക്കുന്ന ആ മരുഭൂമിയിൽ ചുണ്ണാമ്പ് കല്ലുകൾ നിറഞ്ഞു കിടക്കുകയാണ്. നല്ല പരിചയമില്ലാത്തവരൊന്ന് നോക്കിയാൽ ഈ കിടക്കുന്നത് മുഴുവൻ റൊട്ടി കഷണങ്ങളാണെന്ന് തോന്നും. അതിന്റെ ഷേപ്പ് നല്ല റൊട്ടി പോലൊക്കെ തന്നെയാണ്, നമ്മുടെ ബണ്ണ് പോലെ, സാധാരണ ബ്രെഡ് പോലെയൊക്കെയാണ് അത് കിടക്കുന്നത്. നിറം കൊണ്ടും ആകൃതി കൊണ്ടും എല്ലാം കൊണ്ടും നല്ല ബ്രെഡ് പോലാണ് ഇരിക്കുന്നത്. ഇനി ആകെ ഒരു കാര്യം ചെയ്താൽ മതി, അതൊന്ന് മാറിക്കിട്ടിയാൽ മതി, വസ്തു ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കാണെ തോന്നും, അയ്യോ ഇത് മതിയായിരുന്നല്ലോ. കാര്യം പറഞ്ഞാല് ഇനിയിപ്പോ എവിടുന്നാ ചാപ്പാടൊക്കെ കൊണ്ടുവരുന്നത്? മരുഭൂമിയല്ലേ, ഈ കല്ലുകളൊന്നും അപ്പമാക്കി തീർത്താൽ കാര്യം വളരെ എളുപ്പമാകുമല്ലോ എന്ന് സ്വാഭാവികമായിട്ടും തോന്നാം. ഇനി അങ്ങനെ ചെയ്യുന്നത് പാപമാണോ എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ വാസ്തവത്തിലെ ആ അപ്പം വർദ്ധിക്കുകയല്ലേ ചെയ്തത്. വെള്ളം വീഞ്ഞാക്കിയപ്പോൾ വെറും വെള്ളമായിരുന്നത് വീഞ്ഞായിട്ട് മാറി, വസ്തു മാറുകയല്ലേ ചെയ്തത്. അങ്ങനെയെങ്കിൽ ഈ കല്ല് അപ്പമാകാൻ പറയുന്നതിന് എന്താണ് കുഴപ്പം? വെറും വെള്ളത്തെ വീഞ്ഞാക്കാമെങ്കിൽ, 5 അപ്പത്തെ 5000 പേർക്ക് ഭക്ഷിക്കാവുന്ന രൂപത്തിൽ ആക്കി തീർക്കാമെങ്കിൽ വചനത്തിലെ ഏത് കൽപ്പനയാണ് ലംഘിക്കുന്നത്? ഒരു കുഴപ്പമില്ലല്ലോ. ഇതൊക്കെയാണ് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാവുന്ന കാര്യം. നമ്മുടെ അറിവൊക്കെ കർത്താവിനും ഉള്ളായിരുന്നു എങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും വിചാരിച്ചേനെ, ശരിയല്ല സാത്താൻ പറഞ്ഞത്, ഒരു വഴിയും കാണാതെ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ സാത്താൻ കൊണ്ടെത്തുന്നതാണെ പോലും നല്ല ഒരു ബുദ്ധിയാ, നല്ല ആലോചനയാ, ഇതങ്ങ് നടത്തിക്കളയാമെന്ന് നമുക്കാണ് തോന്നും.
എന്നാൽ കർത്താവ് അതിൽ ഒളിഞ്ഞിരിക്കുന്നതായ കുഴപ്പം എന്താണെന്ന് കണ്ടുപിടിച്ചു. കർത്താവ് അതിനൊരു മറുപടിയും പറഞ്ഞു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ആ മറുപടിയില് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അവിടുത്തെ മർമ്മം എന്താണ്? യേശുവിനോട് സാത്താൻ പറയാണ്, നീ ഇപ്പോൾ മരിക്കും, നീ മരുഭൂമിയിലാണ്, നിനക്കിപ്പോൾ വിശക്കുന്നു, 40 ദിവസം നീ ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നത്തെ ഉപവാസക്കാരെ പോലെ പാലും മുട്ടയും കഴിച്ചല്ല ഉപവസിച്ചത്, അല്ലെ ചായ കുടിച്ചോണ്ടല്ല ഉപവസിക്കുന്നത്, ജ്യൂസ് അടിച്ചു കുടിച്ചോണ്ടല്ല ഉപവസിക്കുന്നത്, പാലും കുടിച്ച് ഏത്തക്കായും തിന്ന് ഉപവസിച്ചയാളെ എനിക്കറിയാം. അങ്ങനെയുള്ള ഉപവാസമല്ലിത്. വെള്ളം പോലും കുടിക്കാതെ കഠിനമായ ഉപവാസമാണിത്. ചിലർ വൈകിട്ട് അത്താഴം കഴിക്കും, എന്നിട്ട് 40 ദിവസം ഇരിക്കും, 40 ദിവസം ഉപവസിച്ചു എന്ന് പറയുന്നു. ഇതൊന്നുമല്ല ഇവിടെ കാണുന്നത്. 40 ദിവസത്തേക്ക് വെള്ളം പോലും കുടിച്ചിട്ടില്ല, വെള്ളം കിട്ടിയിട്ടുമില്ലല്ലോ കുടിക്കാൻ. അത്ര ഗംഭീരൻ ഉപവാസം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇനി അധിക സമയം ഭക്ഷണം കഴിക്കാതിരിക്കാൻ കഴിയുന്നതല്ല. കർത്താവിനും അറിയാം ഉടനെ ഭക്ഷണം വേണമെന്നേ മാത്രമല്ല കർത്താവിന് വിശക്കുന്നുമുണ്ടല്ലോ. ആ സാഹചര്യത്തിലാണ് പരീക്ഷകൻ പറയുന്നത്, നീ കല്ലിനോട് അപ്പമായി തീരാൻ പറയാ, അല്ലെങ്കിൽ നീ ഇപ്പൊ മരിച്ചു പോകും. അപ്പോൾ യേശു സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി തനിക്ക് വേണ്ടി തന്നെ ദൈവം തന്നതായ ആ കഴിവിനെ ഉപയോഗിക്കേണ്ടതായി വരുന്നു. പക്ഷേ ദൈവവചനം അറിയാവുന്നത് കൊണ്ട് സാത്താനോട് തക്ക മറുപടി പറയുവാൻ യേശുക്രിസ്തുവിന് കഴിഞ്ഞു. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യമാണ് കർത്താവ് അവിടെ ഉദ്ധരിക്കുന്നത്. ഈ ബൈബിൾ സ്റ്റഡിയുടെ 4-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.